അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതു പ്രശ്നത്തിനും പരിഹാരമായ ഒരു ദിക്ർ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്നതാണ് ഷർത്ത്. നിബന്ധന എന്താ? ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഏതാണ് ആ ദിക്ർ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനവറുകൾ നമ്രൂദ് വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിനകത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടാനുള്ള സമയത്ത്, ഇടാൻ നേരത്ത് ഇബ്രാഹിം നബി ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലിയപ്പോൾ പടച്ചവൻ ആ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരമെന്നോണം പടച്ചവൻ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു, കരകയറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഏതാണ് ആ ദിക്ർ? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും അറിയുന്ന ദിക്റാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പടച്ചവൻ സഹായം നൽകുന്ന, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പടച്ചവൻ പരിഹാരം തരുന്ന, എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പടച്ചവൻ സൊല്യൂഷൻ കണ്ടെത്തി തരുന്ന തരത്തിലുള്ള ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഏതാണ് ആ ദിക്ർ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എനിക്ക് എൻ്റെ അള്ളാഹു മതി എന്നർത്ഥം വരുന്ന, എൻ്റെ റബ്ബ് മതി എന്നർത്ഥം വരുന്ന പരിശുദ്ധമായ ദിക്റാണ്. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ കഴിയുന്നവൻ. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ്. സംരക്ഷണം ഏറ്റെടുക്കാൻ പടച്ചവനേക്കാൾ കഴിയുന്ന മറ്റൊരാളില്ല. അള്ളാഹുവിനെ പോലെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുന്ന മറ്റൊരാളില്ല. ഏറ്റവും നന്നായി സംരക്ഷണം ഏറ്റെടുക്കുന്ന പടച്ചവൻ എനിക്ക് മതി, എല്ലാ കാര്യത്തിനും അല്ലാഹു മതി എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ദിവസവും ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പടച്ചവൻ പരിഹാരം കാണുന്നതാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹു കൂടെ നിൽക്കുന്നതാണ്. മറ്റാരു കൂടെ നിന്നില്ലെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഖൈർ അതല്ലയോ? ചിന്തിച്ചു നോക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാന്മാര് മുറുകെ പിടിച്ചിരുന്ന ദിക്റാണ്. ഏതു മഹാന്മാരാണ്? അംബിയാ മുർസലീങ്ങളെ തൊട്ട് പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാമായി കണക്കാക്കിയിരുന്നവർ അന്നു മുതൽ തുടങ്ങി വെച്ചതാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു മുഅ്മിനുണ്ടെങ്കിലും ആ മുഅ്മിനിന്റെ ഹൃദയാന്തരങ്ങളിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ദിക്ർ കടന്നു വരുന്നതാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് ആഡ് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്ർ മാത്രമാണ് ചൊല്ലുന്നത് എങ്കിലും അതും ഖൈർ തന്നെയാണ്. ഏതു പ്രശ്നത്തിനും പരിഹാരം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥതയ്ക്കാണ് പ്രിയപ്പെട്ടവരുടെ പ്രാധാന്യം. എന്ത് അർത്ഥം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക. ഹസ്ബുനല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ് എന്ന് ചൊല്ലിയാലും അത് കറക്റ്റ് തന്നെയാണ്. ഹസ്ബുനല്ലാഹ് എന്ന് ചൊല്ലിയാലും അതിൽ തെറ്റൊന്നുമില്ല. രണ്ട് രീതിയിലും ചൊല്ലാവുന്നതാണ്. അതല്ലേ നമ്മൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ താരാട്ട് പാട്ട് പാടാറുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി റബ്ബി, എനിക്കെൻ്റെ റബ്ബ് മതി എന്നർത്ഥം വരുന്ന ബൈത്താണത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്റാണ് ഇൻഷാ അല്ലാഹ് മുറുകെ പിടിച്ചോളി. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഉസ്താദെ ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല സർവ്വവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.